മോനെ നിന്റെ മനസ്സു മലിനമാ. നീ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം നല്ലതായതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. 101 വട്ടം ഞാൻ പറയുകയാണ്, നൗഷാദ് വാക്കലി മുജാഹിദുകാരനാണെന്ന് ഏതെങ്കിലും വീട്ടിന്റെ കത്ത് ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊരുത്തമില്ല മോനെ, എന്റെ പൊരുത്തമില്ല മോനെ. ശംസുൽ ഉസ്താദിന്റെ ഈ നഗറിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, പൊന്നുമോനെ എന്തടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് പൊരുത്തം ചോദിച്ചല്ലാറ് നിനക്കെന്റെ പൊരുത്തമില്ല. നീ ഏത് വലിയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ വല്ലാഹി സുന്നത്ത് ജമാഅത്തിന്റെ പവറുള്ള പ്രവർത്തകരാകാൻ നിനക്ക് പറ്റില്ല. ഭീഷണി പറയരുത്, ഭീഷണിപ്പെടുത്തരുത്. ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതേ, ചിലപ്പോൾ കൂക്ക് വിളിച്ചവരുണ്ടാകാം, തെറി പറഞ്ഞവരുണ്ടാകാം, പലതും ചെയ്തവരുണ്ടാകാം. അവർ പലരും നമ്മെ തെറ്റിദ്ധരിച്ചവരാകാം. 4 ദിവസം മുമ്പ് ഞാനിങ്ങനെ പോകുമ്പോ എനിക്കൊരു ഫോണ് വിളിച്ചിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഞാനൊരു തങ്ങളാണെന്നാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു 2006 ഞാൻ നിങ്ങളെപ്പറ്റി ഒരു അപവാദം പറഞ്ഞിരുന്നു, അതുകൊണ്ട് എന്റെ മനസ്സിലൊരു വിഷമം പൊരുത്തപ്പെടണം. സുബ്ഹാനല്ലാഹ്, തങ്ങളോ അല്ലേ ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയില്ല. ബാക്കി ചോദിക്കുമ്പോഴേക്ക് ഫോണ് കട്ടായി പോയിരിക്കുന്നു, അവിടെ റേഞ്ച് കഴിഞ്ഞു പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ അഡ്രസ് അറിയേണ്ടതില്ല. തങ്ങളാണെങ്കിലും അല്ലെങ്കിലും പടച്ച റബ്ബേ, ഞങ്ങളെ തെറ്റിദ്ധരിച്ച് ഞങ്ങളെ ഗീബത്ത് പറഞ്ഞവരോ അപവാദം പറഞ്ഞവരോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ആരും പ്രത്യേകം വിളിച്ചു പറയേണ്ടതില്ല. പക്ഷേ ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഈ പൊരുത്തപ്പെടാത്തത് എന്തെങ്കിലും ഞങ്ങളെ ജീവിതത്തിൽ വന്നെങ്കിൽ അത് യജമാനായ നീ ഞങ്ങൾക്കും പൊറുത്തു തരണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു ജീവിക്കണം. വല്ലഅഫീന അനിന്നാസ്, അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുന്നത് ആർക്കാണ്? അതേ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം അത് തഖ്വയുള്ളവർക്കാണ് തയ്യാർ ചെയ്യപ്പെട്ടത്. തഖ്വ